Welcome to MAPRA YouTube News. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂർത്തിയേ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ സ്വർണം വാങ്ങിയതാരപ്പ സഖാക്കളാണ് അയ്യപ്പ പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. പോറ്റിയെ കേറ്റിയെ തുടരുന്നു. മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്ത് കത്തുപാട്ട് വരുന്നു. ഭരണ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കീഴടക്കിയ വൈറൽ പാരഡി ഗാനം പോറ്റിയെ കേറ്റിയേക്കു പിന്നാലെ രണ്ടാം ഭാഗം ഉടനെത്തുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു കത്തുപാട്ട് രൂപത്തിലാണ് പുതിയ ഗാനം വരുന്നത്. രണ്ടാം ഭാഗം രൂപത്തിലായിരിക്കും. വാസു ജയിലിൽ നിന്ന് പിണറായി വിജയനെ എഴുതുന്ന കത്തിന്റെ രൂപത്തിലാണ് പാട്ടെന്നും രചയിതാവ് GP ചാലപ്പുറം തന്നെയാണെന്നും പാട്ടിന്റെ പ്രൊഡ്യൂസർമാരിലൊരാളായ സുബൈർ പന്തല്ലൂർ അറിയിച്ചു. ഇതിന്റെ രണ്ടാം ഭാഗം വരികൾ എത്തിയിട്ടുണ്ട്. GP എഴുതി വിട്ടതാണ്. അത് ഡാനിയന്നെ പാടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് തോര വഴുകാതെ അതിന്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങും. എന്താ വിഷയം? വിഷയം അതായത് ജയിലിൽ നിന്ന് വാസു എഴുതുന്ന ഒരു കത്താണ് മുഖ്യമന്ത്രിക്ക്. പത്മകുമാറല്ല, അതൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് വരികളിൽ. എല്ലാരും വരുന്നുണ്ട്, കയറി വരുന്നുണ്ട്. അതാ വാസുവിന്റെ കത്താണ്, സങ്കടകരമായ ഒരു കത്താണ് മുഖ്യമന്ത്രിക്ക്. അത് തോനെ വഴുകാതെ പുറത്തു വരാൻ പോകും. കത്തുപാട്ട് മലബാറിൽ നല്ല കേരളം ഏറ്റെടുത്ത ഒരു കാലഘട്ടത്തിലെ കത്തുപാട്ട് എത്രയും ബഹുമാനപ്പെട്ട എന്ന് തുടങ്ങുന്ന നമ്മൾ SA ജമീൽ സാറിന്റെ പിന്നെ ഒരു പാട്ടിന്റെ ട്യൂണിലാണ് അത് വരാൻ പോകുന്നത്. തോനെ വഴുകാതെ പ്രതീക്ഷിക്കാം. അത് ട്രെൻഡാവും. 10-15 ദിവസത്തിനുള്ളിൽ ഗാനം റിലീസ് ചെയ്യുമെന്നാണ് വിവരം. അയ്യപ്പ ഭക്തിഗാനത്തിന്റെ ആദ്യ ഗാനം പോറ്റിയെ കേറ്റിയെ എന്നത് LDF സർക്കാരിന്റെ ഭരണത്തെയും അഴിമതി ആരോപണങ്ങളെയും ശക്തമായി വിമർശിച്ചുകൊണ്ട് UDF പ്രചാരണ രംഗത്ത് തരംഗമായിരുന്നു. സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ തുടങ്ങിയ വരികൾ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ഗായകൻ ഖത്തറിലെ പ്രവാസി എഴുത്തുകാരനായ GP കുഞ്ഞബ്ദുള്ള. പുതിയ ഗാനം ആദ്യ ഗാനത്തേക്കാൾ വലിയ ചലനം സൃഷ്ടിക്കുമോ എന്നും അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ഞാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ഇലക്ഷൻ വർക്ക് പോലെ വന്നതാണ്. ഇത് എഴുതിയത് GP ചാലപ്പുറം എന്ന് പറയും. അദ്ദേഹം എഴുതി എന്റെ ഒരു ഗുരുവായിട്ടുള്ള ഹനീഫ മുടിക്കോട് ഉണ്ട്, അദ്ദേഹത്തിന്റെ കെയർ ഓഫിലാണ് വർക്ക് വരുന്നത്. അങ്ങനെ സ്റ്റുഡിയോയിൽ പാടി. പിന്നീട് ഇത് ഇറങ്ങാൻ മെയിൻ കാരണം സുബൈർക്കാണ്. സുബൈർക്ക് ഈ വർക്ക് ഏറ്റെടുത്ത് അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തു. അങ്ങനെയാണ് ഈ പാട്ട് വൈറലാവുന്നത്. റീൽസാണ് ആദ്യം ഇറങ്ങിയത്, പക്ഷെ റീൽസിലുള്ളത് ഞാനല്ല. റീൽസിലുള്ളത് സുബൈർക്കയുടെ സ്റ്റുഡിയോയിലെ സൗണ്ട് എഞ്ചിനീയർ ആണ്, നസീർ എന്ന് പറയും. അദ്ദേഹമാണ് ആ വീഡിയോ അത്യാവശ്യം നന്നായിട്ട് വൈറലായി. അങ്ങനെയാണ് ഒരിക്കലും ഒരു പ്രോഗ്രാം ഇപ്പൊ ഹൈക്ക ഒരു പാട്ട് കാണിച്ചു പോയി, നല്ല പാട്ടാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാനാ പാടിയത് പറഞ്ഞു. അങ്ങനെ ഒരു UDFന്റെ വേദിയിൽ എന്നെ കൊണ്ട് പെട്ടെന്ന് പാടിച്ചതാണ്. ആ വീഡിയോ ഒന്ന് അത്യാവശ്യം വൈറലായി. ഡാനിഷിന്റെ ശബ്ദം എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നു ഈ പാട്ട് പാടാൻ പറ്റിയത്? ഡാനിഷിന്റെ ശബ്ദം ആപ്റ്റാണ്. അതായത് ഇപ്പൊ നിലവില് ഈ ഒരു ഒറിജിനൽ ഗാനം ഉണ്ടല്ലോ, അതിന്റെ ശബ്ദത്തോട് ചേർന്ന് നിൽക്കുന്ന ശബ്ദമാണ്
ഡാനിഷിന്റെ എന്ന് പറയുന്നത്. അപ്പോ അത് തെരഞ്ഞെടുത്തത് ഡാനിയെ തന്നെ തെരഞ്ഞെടുത്തത് നന്നായി എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ വിഷ്വല് ഇപ്പൊ ഡാനി ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോ നസീർക്കാണ് ചെയ്തത്. അതില് സുബൈർഖാന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് പറ്റിയ ഒരാളെ തന്നെയാണ് വിഷ്വലിലും സുബൈർക്ക് ഉപയോഗിച്ചതെന്നുള്ളതാണ്. കാരണം ഉള്ള ഒരാളാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ വിളിച്ചു, പ്രോഗ്രാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിളിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിന്റെ ആരോപണങ്ങളിലേക്ക് പോവാണ്. അപ്പൊ എന്തായാലും നിയമസഭാ ഇലക്ഷനൊക്കെ വരികയാണല്ലോ. അപ്പൊ അതിനു മുമ്പായിട്ട് ഈ ഗാനം കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും പ്രചരണ രംഗത്തൊക്കെ സജീവമായിട്ട് ഉണ്ടാവും. പിന്നെ മാത്രമല്ല അതിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഒരുക്കത്തിലാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഉള്ളത്. അതിനിടെ അയ്യപ്പ ഭക്തിഗാനത്തെ വികലമാക്കി രാഷ്ട്രീയ ലാഭത്തിനായി പാരഡി ഗാനം നിർമ്മിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പോറ്റിയെ എന്ന് തുടങ്ങുന്ന ഗാനത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് തിരുവാഭരണ പാത സംരക്ഷണ സമിതി ഡിജിപിക്ക് പരാതി നൽകി. മനോഹരമായ രൂപമാറ്റം വരുത്തി ശരണം വിളികളെ പരിഹാസ്യമായി ഉപയോഗിച്ചത് ഭക്തരുടെ വികാരങ്ങളെ മുറിപ്പെടുത്തുന്നതാണെന്ന് സമിതി ആരോപിച്ചു. അയ്യപ്പസ്വാമിയെയും ശരണം വിളികളെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി വലിച്ചിഴയ്ക്കുന്നത് ഭക്തർക്ക് അംഗീകരിക്കാനാവില്ലെന്ന് തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴികാല പറഞ്ഞു. ഭക്തിഗാനത്തെ ചിത്രീകരിക്കുന്നത് വിശ്വാസികളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. രാഷ്ട്രീയ ലാഭത്തിനായി അയ്യപ്പന്റെ നാമം ഉപയോഗിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭക്തജനങ്ങളെയും വേദനിപ്പിക്കുന്ന ഇത്തരം പ്രവണതകൾ അനുവദിക്കാനാവില്ലെന്നും സമിതി അറിയിച്ചു. വിഷയത്തിൽ ഡിജിപിയുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത്. Thank you.